എങ്ങോട്ടാ ശ്രീയേട്ടാ വത്തക്കൊക്കെ ആയിട്ട് ചലഞ്ച് ചെയ്യാൻ പോവാ. ഇന്ന് ഞാനുണ്ട് വത്തക്ക ചലഞ്ച് ചെയ്യാൻ. ഞാനും വരും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ? വത്തക്ക ചലഞ്ച്. വത്തക്ക എൻ്റെ മുഖം ഒരു ഫുൾ വത്തക്ക നിഷിയും ഒരു ഫുൾ വത്തക്ക ഞാനും തിന്ന് തീർക്കണം. എത്ര ടൈമുണ്ട്? ആരാണ് തിന്ന് തീർക്കാൻ നമുക്ക് നോക്കാം. എത്ര ടൈമുണ്ട്? ആരാണ് ഫസ്റ്റ് തിന്ന് തീർക്കുക? ഒരു വത്തക്ക ഫുള്ള് തിന്നാണ് കേട്ടോ. അയ്യോ, ഇത് ഒരു കഷ്ണം തന്നെ തിന്നാൻ പാടുപെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പോരെ. അപ്പോൾ ഞങ്ങൾ വത്തക്ക ചലഞ്ചിലേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് വത്തക്ക. 2 വത്തക്ക കണ്ടതാണ്. കട്ട് ചെയ്യണം. ഞാൻ കട്ട് ചെയ്തത്. അപ്പൊ ശ്രീയേട്ടൻ കട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞേ. കത്തി ഒരു ഏറെ ഇങ്ങനെ പിടിക്കട്ടെ. ആകെ ഒരു കത്തിയുള്ളൂ കേട്ടോ, അതുകൊണ്ട് 2 ആള് ഒരു കത്തിയുള്ളൂ. അപ്പൊ എന്തായാലും ശ്രീയേട്ടൻ പോയിക്കോട്ടെ. ഏട്ടനേക്ക് ജയിക്കുക. ഏട്ടൻ നല്ല സ്പീഡിന്റെ വട്ടൊക്കെ തിന്നുന്ന ആളാട്ടോ. മോനി, നിന്നെ ഞാൻ നിന്റെ വയറ്റിൻ്റെ ഉള്ളിലാക്കും. ശ്രീയേട്ടൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മുറിക്കണോ? ഞാൻ കുഞ്ഞു കഷ്ണാക്കൂട്ടു കേട്ടോ. ഇത്രയും മുറിക്കണോ? അപ്പം ഞാൻ ഒറ്റയ്ക്ക് മുറിക്കാൻ പോവാ. ഏട്ടൻ്റെ ഇതാ മുറിച്ച് വെച്ച് തിന്നട്ടോ. അപ്പം ഞാൻ ഇൻ്റെത് മുറിക്കട്ടെ. അപ്പം വത്തക്ക മുറിച്ച് ഞാൻ ഇതാ ചുവന്ന വത്തക്ക. ഓ കാണുന്നുണ്ട്. ഞാൻ കാണുന്നത് പോയിട്ടൊന്നുമില്ല. നടണ്ട്. റെഡി 1 2 3. നല്ല മധുരം കേട്ടോ. ഒരു വത്തക്ക ഫുള്ള് തിന്നു തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. എന്താ ശ്രീകേട്ടാ? ജയിക്കുന്നവർക്ക് 2000 രൂപ. പൈസ ഒന്നും നോക്കല്ലേ, ഞാൻ തോക്കല്ല. അല്ല, ഈ ചെരുപ്പ് വാങ്ങാൻ വെച്ച പൈസ എനിക്ക് തരണം. ഈ ചെരുപ്പ് വാങ്ങാൻ വെച്ച പൈസ എനിക്ക് തരണം. പിന്നെ എൻ്റെ പേര് വെക്കാലോ. നമ്മള് മധുരല്ല വത്തക്ക. അതിൽ ജയിക്കുന്നവർക്ക് ചെറിയൊരു ഓഫറും കൂടെ നിജിഷ വെച്ചിട്ടുണ്ട്. അതായത് നിജിഷ തോൽക്കുകയാണെങ്കിൽ ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിഷയ്ക്ക് ചെരുപ്പ് വാങ്ങാൻ വെച്ച 2000 ചെരുപ്പ് വാങ്ങാൻ വെച്ചത് 2000 അല്ല, നിഷയുടെ കയ്യിലുള്ള 500 ചെരുപ്പ് വാങ്ങാൻ ചെരുപ്പ് വാങ്ങാൻ വെച്ച ഓളെല്ലാം കൂടെ കൂട്ടി വെച്ച് 2000 ഉണ്ട്. അതെനിക്ക് തരുമെന്ന് പറഞ്ഞു ഇതിൽ ജയിക്കുകയാണെങ്കിൽ. അപ്പോൾ കുറേ കാലമായി ഞാനത് നോട്ടം ഇട്ടിട്ട് ഈ ഒരു കാര്യത്തിൽ കൂടെ അതെനിക്ക് നേടിയെടുക്കണം. ഇല്ലെങ്കിൽ ഇത് നിഷയ്ക്കുണ്ട്. 1 2 3 4 ഇതാ. അപ്പോൾ തുടങ്ങിയല്ലേ? ഇതാകുമ്പോൾ ഇതും കൂടി ആകുമ്പോൾ ഇനി കുറച്ച് ഒരു ഇരുണ്ടിച്ച് തോന്നുന്നു.
എന്താ പശുവാ? നല്ല എക്സ്പീരിയൻസ് ആണല്ലോ ഗൃഹമ്മയുടെ പോലെ ആയിരിക്കും ഇഷ്ടം. എന്താണോ അത്? സിമന്റ് വയ്ക്കുന്ന വിഷയമോ? ഞാൻ നോക്കുമ്പോ ഓരോ എത്തോടുക്കളിങ്ങനെ എഴുതിങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്യാമായിട്ട് തോറ്റിട്ട് മതിയായിക്കോ? കുഴപ്പമില്ല. തോൽവി സംഭവിച്ചിട്ട് മതിയായിക്കോ? നിജിഷയുടെ പൈസ നിജിഷ തിരിച്ചു പിടിക്കുവാൻ പോകുന്നു. ചേർന്ന് പറയാറ് കുറച്ച് വെള്ളം കുടിക്കാം. വത്തക്ക തിന്നുമ്പോഴും വെള്ളം കുടിക്കട്ടെ. വത്തക്കയുള്ള വെള്ളം അതേതാ ഒരു വത്തക്ക പകുതി ഒരു വത്തക്ക തിന്നാൻ നമ്മളെ ചലഞ്ച് ചെയ്താ ഒന്ന് വേറെ നമ്മളെ ബാക്കിയുണ്ട്. ഇനി പോകൂല കേട്ടോ. ഇനി പോകൂല. ഈ കഷ്ണം ആരോ നോക്കുക. കുഞ്ഞാപ്പി അംഗനവാടി വിട്ട് വന്നു കഴിഞ്ഞാൽ തലയിട്ട് കൊടുക്കാം കിരീടം. എന്നോട് ചോദിക്കൂ കുഞ്ഞാപ്പി വന്നു കഴിഞ്ഞാൽ ആടർത്ത് എന്നോട് ചോദിക്കും കുഞ്ഞാപ്പി വന്നു കഴിഞ്ഞാല് അച്ഛ അമ്മ ഇതാരാ വത്തക്ക ഇങ്ങനെ തുളച്ച് തിന്നിരുന്നത്. അപ്പൊ ഞാൻ പറയും പോലെ അമ്മ തിന്ന് തരുന്നതാ. അമ്മയ്ക്ക് ബെസ്റ്റ്. ചെക്കൻ കഴിഞ്ഞില്ല. ഞാൻ തോന്നി നിങ്ങൾ എത്ര കൈപിലെടുത്തിച്ചാലും നിങ്ങൾ കൈകൊണ്ട് കൊലുത്തുന്നാലും ഒക്കെ നിങ്ങളെ കൈകൊണ്ട് ആ കുഞ്ഞു സ്പൂണിൽ കിട്ടണ്ടേ? നീ കേട്ടില്ല പുലി പതുങ്ങുന്നത് ഞാൻ ചെയ്യുന്ന ചേട്ടൻ കണ്ട അഭിനയം. ഞാനെല്ലാം കോഴി ഇങ്ങനെ എടുത്തേ എവിടെ പോലെ ചെയ്യാം. പുലി പതുങ്ങുന്നത് കുതിക്കാനാണ്, അതുകൊണ്ട് എന്നെ പോലെ കുരയ്ക്കാനല്ല. കുഞ്ഞു ശരീരം ജയിക്കോ വലിയ ശരീരം ജയിക്കോ നോക്കാം. വീണു കേട്ടോ. തോൽവി സംഭവിക്കേ. അപ്പൊ ഞാനാ മുന്നില. എന്താ മുതലയോ? മുതലാണ് അനുകരിക്കുന്നത്. മുതല ഇല വീഴുന്ന എങ്ങനെയാ? അത് മുതല ഇല വീഴുന്ന കാണിച്ചു വേഗം. കട്ടക്ക് ഐസ്ക്രീം വീഴുന്നു മതിയാ? ആനന്ദ കണ്ടത് 4 ദിവസമായി ചോദിച്ച് നടക്കുന്നത്. ലാസ്റ്റ് കണ്ടുപിടിച്ച ഐഡിയ ആണ് വത്തക്ക ചലഞ്ച്. എനിക്കുള്ള അയ്യോ ഇവിടെ വത്തക്കാന്ന് പറയുമ്പോ നമ്മള് തിന്നുന്നുണ്ടല്ലോ ഐസ്ക്രീം തിന്നുന്ന പോലെ. എനിക്കാണ് പാട്. പക്ഷേ ലാസ്റ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ആ വീഡിയോ എല്ലാരെയും കാണിച്ചിട്ടാ പറയുന്നത്. ലാസ്റ്റ് ഞാൻ ചോദിച്ചിട്ട് പൈസ വാങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണമെന്ന് പറയുന്നത് കഴിഞ്ഞു. എന്നോടാണോ പല അവിടുത്തെ കാവല പാട്ട് മത്സരത്തിന് പോവാം. നിങ്ങൾ ഇങ്ങനെ പൊതു പോലെ ഇരുന്നോട്ടെ. ഭയങ്കര ഇതാണല്ലോ കപ്പാസിറ്റി ആണുള്ളത്. എനിക്ക് പോണില്ല സത്യം ആവില്ല. ആ പൈസ എന്നെ കൂടെ നോക്കിട്ട് മാടി മാടി വിളിക്കുന്നു. നിങ്ങളെ വിളിക്കൂല. പോ പോ അറിയില്ല. ചേച്ചി ആരാ ചേച്ചി? ചേച്ചി ആരാ? രണ്ടാളെയും കാണിച്ചു കൊടുക്കും.
എന്റെ ഇതാ ഇത് ഞാൻ ഇളക്കിയിട്ടതാ കണ്ട നീഷ അല്ലാ ആരാ ജയിച്ചപ്പോ അപ്പോ ലാസ്റ്റിലേക്ക് നോക്കിയപ്പോഴേ എനിക്ക് കൊറേ ഉണ്ട് നീഷയ്ക്ക് ഇല്ല അത് നീഷനെ കൊണ്ട് അപ്പൊ ഐശ്വര്യായിട്ട് ആ പൈസ ഇങ്ങോട്ട് തന്നോള കയ്യൊക്കെ ഈ എടുത്താ മതി അല്ല ഏട്ടന്റെ കയ്യോട് തരുമ്പോ ഒരു ഐശ്വര്യല്ലേ പ്രത്യേക ഐശ്വര്യം തന്നോളി സാരില്ല എങ്കിൽ തന്നോളി കേട്ടാ അപ്പൊ ഞങ്ങൾക്ക് ഈ പൈസ കിട്ടിയല്ലോ 1 2 അപ്പോ ഗൈസ് പൈസ എന്റെ കയ്യിൽ അത് ഞാൻ പറഞ്ഞത് ഞാൻ ചാലഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് ഓട്ടോമാറ്റിക് കയ്യിൽ ഞാൻ തരുന്ന നല്ലത് അപ്പം എൻ്റെ കയ്യിൽ 2000 രൂപ കിട്ടിയിരിക്കുന്നു ഗൈസ് 2000 രൂപ ഇനി അടുത്ത ഗെയിം ഏതാ വരിക ഒന്ന് എടുത്തു വെക്കാനാണ് ബാങ്കിൽ ഇങ്ങനെ അട്ടി കിട്ടിച്ചല്ലേ ഞാൻ വിചാരിച്ച ലാസ്റ്റിലേക്ക് ഞാനെല്ലാം ചൊരണ്ടി വെച്ച് ലാസ്റ്റില് തിന്നാൻ വേണ്ടിട്ട് വിചാരിച്ചു ഇവിടെ ഇത്ര തീർന്നെന്ന് ഞാൻ അത്ര കരുതിയിട്ടില്ല ഞാൻ വിചാരിച്ചപ്പോ ഇനി തിന്നാനില്ല അല്ല നിങ്ങളെന്നെ കണ്ടിട്ട് പറയും ഇതിൽ ആരാ ജയിച്ചെന്ന് പറയും കാരണം ഏട്ടൻ്റെ കുറച്ചും കൂടെ പോയി തിന്നാനുണ്ട് എൻ്റെ പിന്നെ വടിക്കാനുണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ മൊത്തം വടിച്ചെടുത്ത് ഫുള്ള് ഞാൻ തിന്നാനിരുന്നു അപ്പൊ ഞാൻ തന്നെയല്ലേ ജയിച്ചേ പക്ഷേ ഏട്ടൻ ഫുള്ള് വടിച്ചിട്ടുണ്ടെങ്കിലും ഏട്ടൻ ആ തിന്നിട്ടില്ല അത് വടിച്ചെടുത്ത് തിന്നില്ല ഞാൻ പിന്നെ അതാ വടിച്ചിട്ടുമില്ല ഞാൻ ഫുള്ള് വടിച്ച് തിന്നിട്ടുമുണ്ട് അപ്പം അങ്ങനെ ഈ ഒരു വത്തക്ക ചാലഞ്ചിൽ ഞാൻ ജയിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിതാ 2000 രൂപ കിട്ടി അന്നേരം ഇനി അടുത്ത നല്ലൊരു ചാലഞ്ചായിട്ട് നല്ല ഒരു ഫ്രൂട്ട്സ് ചാലഞ്ചായിട്ട് ഞങ്ങൾ വരും അല്ലേ അപ്പോൾ ഈ ചാനൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെന്തായിട്ടാ പറയാറ് കുറേ ദിവസമായി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അങ്ങനെ പറയുന്ന സമയത്തൊന്നും ഞങ്ങൾക്ക് ഇതൊരു വീഡിയോ മുന്നോട്ട് പോയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു പറയുന്നില്ല അല്ലേ പിന്നെ നിങ്ങൾ ഒരുപാട് ഷോർട്സ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് നല്ല നല്ല കമൻസും കാര്യങ്ങളും ഒക്കെ അറിയിച്ചത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് കരുതിയല്ലേ ഏട്ടാ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു ചാലഞ്ചുമായിട്ട് വരുന്നവരേക്കും ഇനിയും കാണാം അപ്പൊ എനിക്ക് നല്ല വിഷമുണ്ട് കേട്ടോ അല്ല ലാസ്റ്റിലേക്ക് എന്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി എന്ത് അല്ല അത് അപ്പൊ എന്തായാലും ഇല്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്താ കേട്ടോ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ട്രൈപോഡ് ഒന്നും ഇല്ലാത്ത ചാരി വെച്ച് നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചാ കേട്ടോ അതാണ് പിന്നെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഫോൺ വീണൊക്കെ പോകണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ കട്ടാക്കി എടുക്കാല്ലേ ഇത്രയും കഷ്ടപ്പാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ ഒരു ചാലഞ്ച് മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ഇനി നാളെ നല്ലൊരു ഫ്രൂട്ട്സുമായി വരുന്നവരേക്കും അപ്പോൾ കുഞ്ഞാപ്പി അംഗനവാടി പോയിട്ട് നിങ്ങൾ ചോദിക്കേണ്ട കുഞ്ഞാപ്പി എവിടെ പോയി ചോദിക്കേണ്ട കുഞ്ഞാപ്പി അല്ല അദ്വിക്ക് എവിടെ പോയെന്ന് ചോദിക്കേണ്ട അദ്വിക്ക് അംഗനവാടി പോയതാണ് അപ്പോൾ ഓന് വേണ്ടിയിട്ട് ഇവിടെ 2 കഷ്ണം ബാക്കി വെച്ചിട്ടുണ്ട് ഓന് കൊടുക്കേണ്ടല്ല 2 വത്തക്ക വാങ്ങിയതിൽ ഒരു വത്തക്ക ഫുള്ള് തിന്നാന്ന് എനിക്ക് ചലഞ്ച് ചെയ്ത് പക്ഷേ ഒരു വത്തക്ക ഫുള്ള് തിന്നാൻ കഴിയൂല ഇതിൻ്റെ ഒരു തിന്നുമ്പോൾ നമ്മൾ വയറ് നടന്നുണ്ട് ഇതിന് പകുതി ആയപ്പോൾ നമ്മൾ വയറ് നടക്കും പിന്നെ ചലഞ്ച് കൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് തിന്നണമല്ലോ ഉള്ളതുകൊണ്ട് അപ്പം എന്തായാലും വലിച്ചു നീട്ടിക്കൊണ്ടുവന്നില്ല അപ്പം ബൈ